Hi guys, welcome back. This is me Anjali Nandan and you guys are watching Anjus Infotainment. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മെറ്റ എ ഐനെ കുറിച്ചിട്ടാണ്. നമ്മുടെ വാട്സപ്പിൽ പുതിയതായിട്ട് വന്നൊരു അപ്ഡേറ്റ് ആണ് മെറ്റ എ ഐ. അപ്പോൾ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മെറ്റ എ ഐനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ ആ ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ. സോ ഒട്ടും ഡിലേ ഇല്ലാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ മെറ്റ എ ഐ? ഈ മെറ്റ എ ഐ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ സ്റ്റീൽ ചെയ്യാൻ ചാൻസ് ഉണ്ടോ? അതേപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടോ? അങ്ങനെ കുറേ ഡൗട്ട്സ് നമുക്കുണ്ടാവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റ എ ഐ എന്ന് പറയുന്നത് ഒരു ലാർജ് ലാംഗ്വേജ് മോഡലാണ്. ബേസിക്കലി അതൊരു ചാറ്റ് ബോട്ട് പോലെയാണ്. നമുക്ക് ചാറ്റ് ബോട്ട്സ് യൂസ് ചെയ്തിട്ട് ശീലം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ChatGPT ആണെങ്കിലും അതുപോലത്തെ ചാറ്റ് ബോട്ട്സ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്വറി അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഇൻ്റലിജൻ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് ആൻസർ ചെയ്യാനാണ് നമ്മൾ ചാറ്റ് ബോട്ട്സിനെ യൂസ് ചെയ്യുക. മെറ്റ എ ഐ ആക്ച്വലി ഒരു ലാർജ് ലാംഗ്വേജ് മോഡലാണ്. കുറച്ചുകൂടി കൂടുതൽ ടാസ്കുകൾ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് മെറ്റ എ ഐ. സോ മെറ്റ എ ഐ ലാമ 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാർജ് ലാംഗ്വേജ് മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് മെറ്റ എ ഐയിൽ ഈ ഐക്കൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ എഴുതി കാണിക്കുന്നുണ്ടാവും ലാമ 3 എന്ന് പറഞ്ഞിട്ട്. എ ഐനെ നമുക്ക് എങ്ങനെയൊക്കെ ആക്സസ് ചെയ്യാം എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ മെയിനായിട്ട് മെറ്റ എ ഐ യൂസ് ചെയ്തിട്ട് ചാറ്റ് ചെയ്യാം. ഒന്ന്, ഡയറക്റ്റ്ലി മെറ്റ എ ഐയുടെ ഐക്കണിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. സോ നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിൻ്റെ റിപ്ലൈസ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് വരും. അപ്പോൾ മെറ്റ എ ഐയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഗൂഗിൾ സെർച്ച് പോലത്തെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസൾട്ടൊക്കെ മെറ്റ എ ഐനോട് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റ എ ഐ നമുക്ക് എടുത്തു തരും. ഇനി രണ്ടാമത്തെ മെത്തേഡാണ്, നമ്മൾ ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ വാട്സപ്പിൽ, അതിൽ പോയിട്ട് മെസ്സേജ് ചെയ്യണ സ്ഥലത്ത് @ എന്ന് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ നെയിം വരില്ലേ, അതിനോടൊപ്പം തന്നെ മെറ്റ എ ഐ എന്നൊരു ഐക്കണും കൂടെ വരും ഇപ്പോൾ. സോ നമുക്ക് അങ്ങനെയും മെറ്റ എ ഐന്ന് ഡീറ്റെയിൽസ് എടുക്കാം. ആക്ച്വലി മെറ്റ എ ഐ എന്ന് പറയുന്ന നമ്മുടെ ലാർജ് ലാംഗ്വേജ് മോഡൽ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. ഇപ്പോൾ നമ്മളൊരു കോൺവെർസേഷൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് അടിച്ചിട്ട് പോയിട്ട് വീണ്ടും വരുമ്പോൾ ഒരു പുതിയൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്. അത് എൻറ്റയർലി ന്യൂ കോൺവെർസേഷനാണ്. സോ മെറ്റ എ ഐ പ്രീവിയസ് ഇൻഫർമേഷൻസ് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. സോ പ്രശ്നമുള്ളൊരു കാര്യമല്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പേര് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വാട്ട് ഈസ് മൈ ഫോൺ നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റ എ ഐ തന്നെ പറയും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും മെറ്റ എ ഐക്ക് ആക്സസ് ഇല്ല എന്നുള്ളത്. സോ ആക്ച്വലി ആ ഒരു ആസ്പെക്റ്റിൽ മെറ്റ എ ഐ കമ്പാരിറ്റീവ്ലി സേഫറാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി മെറ്റ എ ഐയുടെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ്, മെറ്റ എ ഐയുടെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? സോ മെറ്റ എ ഐക്ക് ഇംഗ്ലീഷ് അല്ലാതെ ബാക്കി 5 ലാംഗ്വേജസ്, ഹിന്ദി, ഫ്രഞ്ച്, സ്പാനിഷ്, ജർമ്മൻ, പോർച്ചുഗീസ് മുതലായ ഭാഷകളും മനസ്സിലാക്കാൻ പറ്റും. റെസ്പോണ്ട് ചെയ്യാൻ ഇപ്പോൾ ഓൺ പ്രോസസ്സാണ്. സോ റെസ്പോണ്ട് ചെയ്യാൻ ഇംഗ്ലീഷിലായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മളൊരു ചാറ്റ് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റ എ ഐക്ക് അത് മനസ്സിലാവും. ആൻഡ് മെറ്റ എ ഐക്ക് ഇമേജസ് ഒക്കെ എ ഐ ജനറേറ്റഡ് ഇമേജസ് ജനറേറ്റ് ചെയ്യാനും അതിന് ആനിമേറ്റ് ചെയ്ത് ജിഫ് ആയിട്ട് നമുക്ക് തിരിച്ച് സെൻഡ് ചെയ്യാനും പറ്റും. പിന്നെ മെറ്റ എ ഐക്ക് കറൻ്റ്ലി വോയിസ് നോട്ടുകൾ സെൻഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ നമുക്ക് സാധാരണ വാട്സപ്പിലൊരു അറ്റാച്ച് ഐക്കൺ ഉണ്ടാവില്ലേ, അത് മെറ്റ എ ഐയിൽ കറൻ്റ്ലി എനേബിൾഡ് അല്ല. സോ ഇത്രയൊക്കെയാണ് മെറ്റ എ ഐയുടെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് മെയിൻലി പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റ് ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ആ ചാനൽ. പിന്നെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, this is me Anjali Nandana signing out. Bye bye and take care. See you soon.